ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. അങ്ങനെ ഞങ്ങൾ ലാമ്പ് ലൈറ്റിംഗ് എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസിനായിട്ട് മെയിൻ ക്യാമ്പസിലേക്ക് പോവാണ്. മെയിൻ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി 2 ക്യാമ്പസുണ്ട്. അതിൽ ഫസ്റ്റ് ക്യാമ്പസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സ്റ്റുഡൻസും ഞങ്ങളുടെയും കൂടെ ഒന്നിച്ചാണ് ലാമ്പ് ലൈറ്റിംഗ് നടത്തുന്നത്. ഇതാണ് ആക്ച്വലി ഒരു ഓഡിറ്റോറിയം. അവിടുത്തെ ഓഡിറ്റോറിയം തന്നെയാണ്. ആക്ച്വലി നല്ല രസമാണ് ഈ ഓഡിറ്റോറിയം കാണാൻ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട്. ഉള്ളിലേക്ക് കാണുമ്പോൾ എന്തൊരു വിശാലമായ സ്ഥലം, ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്നിരിക്കാം. നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ കയറിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചേരം ഇരിക്കാൻ തുടങ്ങി. കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മയിൽപ്പീലി കിട്ടി. ഇതൊക്കെ ഇപ്പോഴേ ശ്രദ്ധിക്കണം അല്ലേ, എന്തൊരു ഭംഗിയാണ് ഇതിനൊക്കെ ഇരുന്ന് കാണാൻ. ദൈവത്തിൻ്റെ ഓരോരോ സൃഷ്ടികളെ ഈ സായ കാണുന്ന എല്ലാം അങ്ങ് പറക്കിക്കൊണ്ട് വന്നോളും. അങ്ങനെ ഗൈസ് ഞങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പുറത്തിരിക്കുന്ന അവർ കോളേജിലെ സ്റ്റുഡൻസാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചുറ്റിക്കാണാൻ പോയി. നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. എല്ലായിടത്തും ഉള്ളത് ബുദ്ധനാണ്. ബുദ്ധൻ്റെ എല്ലാ പ്രതിമകളും അവിടെ ഉണ്ട്. അതൊരു നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ വരുമ്പോഴേ പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കാണാൻ, നിൽക്കാനും ഫോട്ടോ എടുക്കാനും. അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് കാട്ടിക്കൂടൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കടന്നു പോവുകയാണ്. കുറേയൊക്കെ കണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്ന് വീണ്ടും ഒരു ബുദ്ധനെ കണ്ടു. നല്ല ഭംഗിയാണ്. ബുദ്ധനാണ് കൂടുതൽ ഈ ഏരിയയിൽ കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് നടന്നു പോയപ്പോഴത്തേക്ക് ഒരു മലയുടെ മുകളിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്നു. ഞങ്ങൾ വെച്ച് ഞങ്ങൾ എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. പക്ഷേ എന്തെന്നറിയില്ല, കറങ്ങി അവസാനം ഒരിടത്ത് തന്നെ ഞങ്ങൾ എത്തിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേയൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്നൊക്കെ കുറേ മയിൽപ്പീലി കിട്ടി. കുറേ നടന്നപ്പോൾ ഞങ്ങളും വിചാരിച്ച അവസാനം വഴി പറഞ്ഞു പോകുന്നു. പക്ഷേ എല്ലായിടത്തും ഒരിടത്താണ് വന്നെത്തി. അങ്ങനെ കുറേ നടന്നതിൻ്റെ ക്ഷീണമാണ് ഈ കാണുന്നത്. എല്ലാവരും ബസ്സിൽ കിടന്ന് ഉറക്കം തന്നെയായിരുന്നു. അടുത്ത ദിവസം ലാമ്പ് ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാമ്പ് ലൈറ്റിംഗ് ഞങ്ങളുടെ ആയതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ.